Hi traders, welcome back to Market Waves. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ നിഫ്റ്റി തന്നെ നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇന്നലെ 23,548 എന്ന ലെവലിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 23,583 എന്ന പോയിന്റിലാണ്. ഏതാണ്ട് 35 പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ തുടർന്ന് അതേ ഒരു എങ്ങോട്ട് പോകണം എന്ന ഒരു ചിന്തയില്ലായ്മ, ഒരു കറക്റ്റ് ഡയറക്ഷൻ ഇല്ലായ്മ കുറച്ചു നേരം മാർക്കറ്റ് കാണിച്ചുവെങ്കിലും ഈ ലെവലിൽ നിന്നും ഒരു ബൈ എടുത്ത് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി നൽകാം, അഥവാ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകാം എന്ന് കരുതിയ ഏതൊരാൾക്കും ഉടനെ തന്നെ അടുത്ത റെസിസ്റ്റൻസ് ലെവൽ രേഖപ്പെടുത്തിയിരുന്ന 23,611 എന്ന ലെവലിലേക്ക് ഒരു ടാർഗറ്റ് ലഭിച്ചിരുന്നു. എന്നാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ ഡേയ്സ് ലോ നിലനിർത്തുന്നതിന് പകരം ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തപ്പോൾ തുടർന്ന് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം എന്നുള്ള ചിന്തയിൽ കാത്തുനിന്ന് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈക്ക് തൊട്ടടുത്തെത്തി അവിടെ നിന്നും റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ആൾക്ക് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ വീണ്ടും ടാർഗറ്റായി ലഭിച്ചിരുന്നു. എന്നാൽ ഇതൊക്കെ കൃത്യസമയത്ത് ടാർഗറ്റ് ഞാൻ ഈ സാധാരണ വിശദീകരിക്കുന്ന പോലെ കൃത്യസമയത്ത് തന്നെ എൻട്രി എടുത്ത് കൃത്യസമയത്ത് തന്നെ ടാർഗറ്റും കവർ ചെയ്ത് അടുത്ത മൂവ്മെന്റിന് വേണ്ടി കാത്തു നിന്നവർക്ക് രണ്ട് നല്ല ട്രേഡുകൾ ലഭിച്ചിരുന്നു. എന്നാൽ വലിയ ടാർഗറ്റുകളിലോട്ട് ലഭിച്ചേക്കുമെന്ന് കരുതിയ ആൾക്കാർക്ക് തീർച്ചയായും സ്റ്റോപ്പ് ലോസ് രണ്ട് സൈഡിലും ലഭിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പ്. അപ്പോൾ ഈ ഏരിയ ഒരു ഇൻഡെഫിനിറ്റ് ആയി തന്നെ, ഇൻഡിസിഷനായി തന്നെ മൂവ് ചെയ്യുകയാണ് ചെയ്തത്. വ്യക്തമായ ഒരു ഡയറക്ഷൻ ലഭിക്കട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഈ തരത്തിലുള്ള ഒരു കൺസോളിഡേഷൻ, വ്യക്തതയില്ലാത്ത ഒരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ട്രേഡിങ്ങിൽ നിന്നും മാറി നിൽക്കുക തന്നെയാണ് വേണ്ടത്. വ്യക്തമായ ഒരു ലെവൽ, ഒരു ഡയറക്ഷൻ തീർച്ചയായും പ്രൈസ് കാണിച്ചു തരുന്നതാണ്. ആ തരത്തിൽ കാത്തു നിന്നവർക്ക് ഈ ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ ആകാം എന്ന് കരുതിയ ആൾക്ക് തൊട്ടു താഴെയുള്ള ലെവൽ സ്റ്റോപ്പ് ലോസ് അല്പം റേഞ്ച് ഉണ്ട്. 23,585 എന്ന ലെവൽ, അതിന് താഴെ സ്റ്റോപ്പ് ലോസ് നൽകിക്കൊണ്ട് ഈ ലെവലിന് മുകളിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം എന്ന് കരുതിയ ആൾക്ക് 1:1 എന്നതിൽ അധികമായ ഒരു ടാർഗറ്റ് വീണ്ടും ലഭിക്കുകയുണ്ടായി. അതായിരുന്നു നമ്മളുടെ അതുവരെ ഉണ്ടായിരുന്ന ഹിസ്റ്റോറിക്കൽ ഹൈ. അത് ഞാൻ ഇന്നലെ 23,669 എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതേ അക്കൗണ്ട് തന്നെ ചില സമയങ്ങളിൽ ട്രേഡിങ്ങിന് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഈ ലൈനുകൾ നേരിയ രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാം. അതുകൊണ്ട് ഇവിടെ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ തന്നെയും 1 പോയിന്റ്, 2 പോയിന്റ്, 3 പോയിന്റ് ഒക്കെ ഒരു വ്യത്യാസത്തിൽ നമ്മൾ എപ്പോഴും കണക്കാക്കേണ്ടതുണ്ട്. കാരണം ഒരു ബഫറിംഗ് ഇട്ട് തന്നെ വേണം നമ്മൾ ഏതൊരു ലെവലിനെയും കണക്കാക്കാൻ. ചില സമയങ്ങളിൽ സീറോതയിൽ എനിക്ക് ഈ ലൈനുകൾ കൃത്യമായി പിടിച്ചിടാൻ കഴിയാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ന്യൂനത. അപ്പോൾ ആ തരത്തിൽ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം വീണ്ടും വെയിറ്റ് ചെയ്തു. പ്രൈസ് വീണ്ടും അതിന് മുകളിൽ കടന്നു. വീണ്ടും രേഖപ്പെടുത്തിയിരുന്ന അടുത്ത ലെവൽ എത്തി ഡിക്ലൈൻ തന്നപ്പോൾ ഇവിടം ഒരു ബൈ ആയി കരുതാം എന്ന് കരുതി. ഇതൊക്കെ പ്രൈസ് ഉയരുന്നു, വീണ്ടും താഴ്ന്നു കിട്ടുമ്പോൾ വാങ്ങാനുള്ള ഏരിയ ആണെന്ന് കരുതി തൊട്ട് താഴെയുള്ള ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഈ ഏരിയയിൽ നിന്നും പ്രൈസ് റിവേഴ്സ് ചെയ്യുന്നത് കണ്ട് വാങ്ങിയ ആൾക്കാർക്ക് ഹോൾഡ് ചെയ്തിരുന്നെങ്കിലും ഒരു കുഴപ്പവുമില്ലാതെ തുടർന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ടാർഗറ്റുകളിലോട്ട് ഘട്ടം ഘട്ടമായി കടന്നു പോവുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അത്തരത്തിൽ ഇന്നത്തെ മോർണിംഗ് 1.5 അവർ ഒരു കൺസോളിഡേഷൻ, ഒരു അവ്യക്തമായ രീതിയിൽ പ്രൈസ് മൂവ് ചെയ്തുവെങ്കിലും പിന്നീട് തുടർന്ന് അങ്ങോട്ടേക്ക് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ടാർഗറ്റുകൾ ഒന്നൊന്നായി കീഴടക്കി ഉയരത്തിലേക്ക് പോവുകയും പുതിയ ഉയരം രേഖപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൃത്യമായ ലെവലുകളാണ് നമ്മളുടെ ഡെയിലി ട്രേഡിംഗ് പ്ലാനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് വളരെ അധികം പേർക്ക് സഹായകമാകുന്നു എന്ന് പറയുന്നുണ്ട്. അവർ അവരുടെ സ്ക്രീൻഷോട്ടുകൾ അയച്ചു തരുന്നു. അത് ഏറെ സന്തോഷമാകുന്നു. നമ്മൾക്ക്
മറ്റുള്ളവർക്ക് സപ്പോർട്ട് ആകാൻ കഴിയുന്നു എന്നത് വലിയ ഒരു ഭാഗ്യമാണ്, സന്തോഷമാണ്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ മൂവിങ്ങുകളെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് പ്രൈസ് നൽകിയ ലെവലുകൾ എന്തെന്ന് പരിശോധിച്ച് അതിനനുസൃതമായി നാളെ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. 23,670 എന്ന ലെവലാണ് ഞാൻ ആദ്യ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 23,788 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് ആയി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ലെവലിൽ ഇതിനിടയിൽ ചെറിയ ടാർഗറ്റ് എറികൾ കഴിഞ്ഞ ദിവസം തന്നെ മാർക്കറ്റ് ചെയ്ത് നിങ്ങൾക്കറിയാം, മാർക്കറ്റ് വേവ്സിൽ പബ്ലിഷ് ചെയ്തിരുന്നു നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവാം. ഇതൊക്കെ ഞാൻ മുൻപ് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകളാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു ബൈയിങ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവൽ ശരിക്കും ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ഏരിയയാണ്. എങ്കിലും അത് ഈ ഏരിയയ്ക്ക് മുകളിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ഇവിടെ നിന്നും ഈ ലെവലിന് മുകളിൽ വീണ്ടും, അതായത് ഇന്ന് രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിൽ അടുത്തതായി വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ് ആദ്യം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ തന്നെയാണ് നൽകുന്നത് പ്രൈസ് ആക്ഷൻ പ്രകാരമെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന 2 ടാർഗറ്റുകൾ കൂടിയാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവ 23,788, 23,863 എന്നിങ്ങനെയാണ്. തുടർന്ന് അതിനു മുകളിൽ ഞാൻ ടാർഗറ്റുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇതിനു മുകളിലോട്ട് ടാർഗറ്റ് ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി എൻ്റെ വ്യൂ എന്താണ്, ലഭിച്ചേക്കാവുന്ന തുടർന്നുള്ള ഡയറക്ഷൻ എത്രയാണ് എന്ന് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു പ്രോബബിലിറ്റി ഗെയിം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം ട്രേഡ് ചെയ്യാൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ട്രേഡിൽ എൻ്റർ ആകുന്നതിന് മുമ്പ് ഞാൻ തീർച്ചയായും ഫിക്സ് ചെയ്യുന്ന എൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ആണ്. എനിക്ക് ഉറപ്പുള്ളത് എനിക്ക് ഈ ട്രേഡിൽ എൻ്റർ ആയാൽ വന്നേക്കാവുന്ന നഷ്ടം എത്രയാണ് എന്നുള്ളതാണ്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ, എനിക്ക് അഫോർഡബിൾ ആണ് ആ ലോസ് എങ്കിൽ മാത്രം ഞാൻ ആ ട്രേഡിൽ എൻ്റർ ആകും. അതല്ലെങ്കിൽ ആ ലോസിന് അനുസൃതമായി എൻ്റെ ക്വാണ്ടിറ്റി സൈസ് ചെയ്യും. അതിനെയാണ് പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ 10 ലോട്ടാണ് ഞാൻ വാങ്ങി സാധാരണ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇത് ഇച്ചിരി സ്റ്റോപ്പ് ലോസ് കൂടുതലാണ് എങ്കിൽ ഞാനത് 5 ലോട്ടാക്കി കുറച്ചേക്കാം, 3 ലോട്ടാക്കി കുറച്ചേക്കാം. ചെറിയ സ്റ്റോപ്പ് ലോസിൽ കിട്ടുകയാണെങ്കിൽ ഈ 10 എന്നുള്ളത് ചിലപ്പോൾ 20 ലോട്ടാക്കിയും ഞാൻ ട്രേഡ് ചെയ്തേക്കാം. ഇത് ഒരു തരം ബെറ്റിങ് കൂടിയാണ്. അപ്പോൾ നമ്മളുടെ സൈഡിലേക്ക് നമ്മളുടെ വ്യൂ അനുസരിച്ച് പ്രൈസ് പോവുകയാണെങ്കിൽ തീർച്ചയായും പ്രോഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ ടാർഗറ്റ് ലെവലുകൾ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു എങ്കിലും കൃത്യമായും ആ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്താൽ മാത്രമേ ഇറങ്ങൂ എന്ന വാശിയൊന്നും എനിക്കില്ല. എൻ്റെ ലക്ഷ്യം പ്രോഫിറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ്. ട്രേഡ് ചെയ്യുമ്പോൾ സാമാന്യ മോശമില്ലാത്ത ഒരു പ്രോഫിറ്റ് എത്തുകയാണെങ്കിൽ ഞാൻ ഈ ടാർഗറ്റ് മാർക്ക് ചെയ്ത ലെവൽ എത്തണമെന്നില്ല, ഞാൻ എക്സിറ്റ് ആവുക തന്നെ ചെയ്യും. മാർക്കറ്റിനോട് മല്ല് കളിക്കാനൊന്നും ഞാൻ തയ്യാറാകാറില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. ഓക്കെ, എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ, അങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. 23,670 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ്. ഒരു ഡിക്ലൈൻ ലഭിക്കും എന്നതിനു വേണ്ടി. എന്നാൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത്
അപ്പോൾ തീർച്ചയായും ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ആദ്യം രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ വന്നേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 23,640, 23,611, 23,585, 23,520 എന്നിങ്ങനെയുള്ളവ. എന്നാൽ 23,490 വളരെ സ്ട്രോങ് ആയ ഒരു സപ്പോർട്ട് ലെവലായാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ആ ഏരിയ ഒരു ടാർഗറ്റ് ലെവലായി, സ്ട്രോങ് ആയ ടാർഗറ്റ് ലെവലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ലെവലുകൾ നിങ്ങൾക്ക് കൃത്യമായും കാണാം എന്നാണ് കരുതുന്നത്. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ അഥവാ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 52,454 ആണ് ഞാൻ ആദ്യമായി പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് സോൺ. അതുപോലെ തന്നെ പ്രധാന റെസിസ്റ്റൻസ് ലെവൽ 53,046 എന്ന ലെവലാണ്. എന്നാൽ ഇന്ന് രേഖപ്പെടുത്തിയ 52,751 എന്ന ഒരു ലെവൽ കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിൽ വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ കിടക്കുകയാണെങ്കിൽ തുടർന്ന് 53,046 എന്ന ടാർഗറ്റ് ലഭിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതാണ് ഫൈനലായി രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റ്. അതിനു മുകളിൽ കിടക്കുന്നു എന്ന് ഫീൽ ചെയ്താൽ ഞാൻ ടെലഗ്രാം ചാനലിൽ എൻ്റെ വ്യൂ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എന്ന് ഇവിടെയും ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിനും താഴെ ക്ലോസ് ചെയ്യുകയാണ്, ഈ ലെവലിന് താഴേക്ക് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ വന്നേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അവ 52,346, 157, 51,936, 51,798, 51,557, 51,367 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഇവിടെ തിക്ക് ബ്ലൂ ലൈനിൽ കട്ടി കൂടിയ ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയവ പ്രധാന സപ്പോർട്ട് സോണുകളായിട്ടാണ് ഞാൻ കാണുക. അപ്പോൾ ഈ സെല്ലിങ്ങിന് ഈ തരത്തിലുള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാം. അവ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് കരുതുന്നത്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ചാർട്ടിൽ ഈ ലെവലുകൾ രേഖപ്പെടുത്തി വെക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. 77,950 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനമായും ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന ലെവലിൽ 78,273 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ ഉയരമായ 78,167 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അതായത് 78,167 എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ ആ തവണ തീർച്ചയായും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് പിന്നീട് കിട്ടാവുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ
ഉയരം തന്നെയാണ്. എങ്കിലും അതിന് മുകളിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ 78,228, 78,273 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് 78,531 എന്ന ലെവലുകൾ വരെ ലഭിക്കേണ്ടതാണ്. എന്നാൽ ഇതിനു മുകളിൽ കയറി ക്ലോസ് ആകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ വീണ്ടും ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ എൻ്റെ ലെവൽ എന്തായിരിക്കാം, നെക്സ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് എന്തായിരിക്കുമെന്ന് ഞാൻ നമ്മളുടെ ടെലഗ്രാം ചാനൽ, മാർക്കറ്റ് വേവ്സിന്റെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം, അതല്ലെങ്കിൽ ഈ ലെവൽ ഇന്നത്തെ ഡേയ്സ് ഹൈ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ ആയേക്കാം, ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാമെന്ന് കരുതുന്ന ടാർഗറ്റുകളാണ് 77,860, 77,735, 77,624, 537, 425 എന്നിങ്ങനെയുള്ള ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഈ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നവ ഞാൻ കണക്കാക്കുന്ന പ്രധാന സപ്പോർട്ട് ലെവലുകളാണ് എന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് ഉചിതമെന്ന് തോന്നുന്ന ഇൻഡെക്സ് അങ്ങ് ട്രേഡ് ചെയ്യുകയാണ് ചെയ്യുക. എങ്കിലും കൂടുതൽ നേരവും ഞാൻ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഇഷ്ടം നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നതാണ്. അത് 50 കമ്പനികളുടേതായതുകൊണ്ട് അല്പം മൈൽഡായ മൂവ്മെന്റ് ആയിരിക്കും. അത് ലോയോ ഡൗൺ സൈഡ് ആണെങ്കിലും അപ് സൈഡ് ആണെങ്കിലും അങ്ങനെ തന്നെ. എന്നാൽ അനവധി പേർക്ക് ഇഷ്ടം ബാങ്ക് നിഫ്റ്റി ഓർ സെൻസെക്സ് ചെയ്യുന്നതാണ്. ഒരു ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരേ ഡയറക്ഷനിൽ നല്ല മൂവ് കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് നല്ല പ്രോഫിറ്റ് ലഭിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് ശരിയുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പുതിയതായി കടന്നു വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഗുണകരമെന്ന് തോന്നുന്നു എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാൻ രേഖപ്പെടുത്തുക. സ്ഥിരമായി കാണുന്നവരോട് ഞാൻ ലൈക്ക് ചെയ്യാൻ പറയുന്നില്ല, കമന്റ് ചെയ്യാനും പറയുന്നില്ല. ഉചിതം എന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യൂ. ചാനൽ കയറുകയോ ഇറങ്ങുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. നിങ്ങൾക്ക് ഗുണകരമാകുന്നുണ്ട് എങ്കിൽ അത് തന്നെ വലിയ കാര്യം. അപ്പോൾ നാളെയും എല്ലാവർക്കും നല്ല ലാഭം തരുന്ന മൂവ്മെന്റ് ഇൻഡെക്സുകളിൽ ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.